ഇനി അടുത്തതായി മാജിക് കമ്പനി സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി അതൊരു വ്യത്യസ്തമായ നാടൻ വിഭവമാണ്. നമ്മളൊരു വെറൈറ്റി ആയിട്ട് ചെയ്യണം. ഒരു ചെറിയ വ്യത്യാസത്തോടു കൂടി. മുരിങ്ങയില നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലത്. അതിനകത്ത് ധാരാളം അയൺ കണ്ടൻറ്റുള്ള കാര്യമാണ്. വീട്ടുമുറ്റത്തുനിന്ന് പറിക്കാൻ പറ്റിയ കാര്യമാണ്. ഭയങ്കര നല്ലതാണ്. വലിയ ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ച് മുരിങ്ങയില തോരൻ ഉണ്ടാക്കിയാലോ ആവാം അല്ലേ? പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ നമ്മളൊരു മുരിങ്ങയില മുട്ടത്തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുരിങ്ങയില 4 കപ്പ്, സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്, മുട്ട 3 എണ്ണം, എണ്ണ 1 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 4 5, ഉപ്പ് ആവശ്യത്തിന്. ഇനി അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ ചിരകിയത് 1/2 കപ്പ്, പച്ചമുളക് 3 4, വെളുത്തുള്ളി 2 വലിയ അല്ലി, ചെറിയ ഉള്ളി 5 6 വലുത്, കുരുമുളക് 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. അങ്ങനെ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ മുരിങ്ങയില തന്നെയാണ്. മുരിങ്ങയില നമ്മൾ കത്തി കൊണ്ടോ ഒന്നും ചെയ്യരുത്, കൈ കൊണ്ട് ഇറുത്തെടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല ഫ്രഷ് മുരിങ്ങയില ഇവിടെ ഉണ്ട്. ഇതെൻ്റെ വീട്ടുമുറ്റത്തുനിന്ന് പറിച്ചത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അരപ്പ് റെഡിയാക്കണം. അരപ്പെന്ന് പറയുമ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും, അതിലേക്ക് ഒരു 2 വലിയ അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളകാകാം, പിന്നെന്താ കുരുമുളക് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ആകാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട്. പിന്നെ ചെറിയ ഉള്ളി ഒരു 5 6 കൊച്ചുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയായി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു തോരൻ പാകത്തിന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മളുടെ അരപ്പ് റെഡിയാണ്. ഒരു തോരൻ പാകം എന്ന് പറയുമ്പോൾ തോരനെക്കാട്ടി ഇച്ചിരിയോടൊന്ന് ചതച്ചിട്ടുണ്ട്. ഓക്കെ, അത് റെഡി. ഇനി വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇതെല്ലാം നാടനല്ലേ, അപ്പോൾ അതങ്ങനെ തന്നെ പോട്ടെ. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. ഏതാണ്ട് ഒരു 1/4 ടീസ്പൂൺ കടുക്. ഇനി വറ്റൽമുളക് 3 4 വറ്റൽമുളക്, എത്ര ആയാലും കുഴപ്പമില്ല. തീ അല്പം കുറയ്ക്കാം. ഇനി ഇതിലേക്ക് സവാള, ഒരു വലിയ സവാള. തീരെ ചെറുതായി അരിയണം നിർബന്ധമില്ല, ഇടാം. എന്നിട്ട് ഒന്ന് വാടിയാൽ മതി. ബ്രൗൺ ഒന്നും ആകണ്ട, ലൈറ്റ് ബ്രൗൺ പോലും ആകണ്ട. ഒന്ന് ചെറുതായി നിറം മാറാൻ തുടങ്ങിയാൽ മാത്രം മതി. നമുക്ക് ഏകദേശം ആ ഒരു പാകത്തിന് നമ്മളിതിലേക്ക് മുരിങ്ങയിലയും കൂടി ചേർക്കും. അപ്പോൾ മുരിങ്ങയില കണ്ടു കഴിഞ്ഞാൽ ഒരുപാടുള്ളതുപോലെ തോന്നുന്നു അല്ലേ? ഇത് 4 കപ്പ് ഞാൻ അളന്നെടുത്തതാണ്. പക്ഷേ ഇത് വാടിക്കഴിയുമ്പോൾ ഒന്നുമില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിപ്പോൾ ഏത് ഇലയാണെങ്കിലും അങ്ങനെയാണ്. ചീരയാണെങ്കിലും പാലക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെയാണ്. മത്തനിലയാണെങ്കിലും എല്ലാം വാടിക്കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ. നല്ല തീയിലാണ്, അത് കാരണം പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാകും. ചൂടായി കിടക്കുകയാണ് നമ്മളുടെ ചട്ടി. ഇനി ഇതിലേക്ക് മുരിങ്ങയില, ഇടുമ്പോൾ തന്നെ വാടി തുടങ്ങും. പൊട്ടുന്ന ശബ്ദം കേട്ടോ, പൊട്ടുന്ന പൊട്ടാസ് മാതിരി. ഈ മുരിങ്ങയില ശരിക്കും ഒരല്പം നെയ്യിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വഴറ്റി കഴിക്കാനും ഭയങ്കര സ്വാദാണ്. അതിൽ വേറെ ഒന്നും ആവശ്യമില്ല. ഒരല്പം നെയ്യിലിങ്ങനെ വഴറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്വാദാണ്. ചുരുങ്ങി പോവാണ് നമ്മളുടെ മുരിങ്ങയില. ഒരല്പസമയം ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കാം. ഒരു ചട്ടി നിറച്ചുണ്ടായിരുന്ന ഇലയാണ്. ഇപ്പം നോക്കൂ, അതിൻ്റെ ഒരു അറ്റത്ത് മാത്രം ഒരു 1/4 ഭാഗമായി. ഇത് ഒരുപാട് വേഗമുള്ള ഇലയൊന്നും അല്ല. പെട്ടെന്ന് തന്നെ വാടുമ്പോൾ തന്നെ ഏകദേശം അത് വെന്ത് കിട്ടും. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് തീ ഒരല്പം കുറച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ അരപ്പ് വയ്ക്കാം. അതും കൂടി ചേർത്ത് അരപ്പ് റെഡി. അരപ്പിനോടൊപ്പം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഒന്ന് പൊതിഞ്ഞ് വയ്ക്കാം. ആ മുരിങ്ങയില കൊണ്ട് തന്നെ നമുക്കതിനെ ഒന്ന് അടയ്ക്കാം. അരപ്പിലേക്കൊന്ന് നല്ലതായിട്ട് ആവി കയറട്ടെ.
അതിൻ്റെ പച്ചച്ചുവയൊക്കെ പോകണം. കൂട്ടത്തിൽ നമ്മുടെ മുരിങ്ങയില കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റായിട്ട് പൂർണ്ണമായും വെന്ത് കിട്ടും. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഈ പാത്രം ഒരു അല്പസമയം, ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചിടാം. അത് കഴിഞ്ഞ് തിരിച്ചു വരും. വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മൾ അടപ്പ് മാറ്റുന്നു. ഇപ്പോൾ ആവിയെല്ലാം കയറി അരപ്പെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ടാവും. നോക്കാം. അരപ്പൊക്കെ വെന്തു. ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിരുന്നത്. പാകത്തിനായി. ഒരു ചെറിയൊരു ഈർപ്പമുണ്ട്. ആ ഈർപ്പം നമുക്കിപ്പോൾ വേണം. ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം, ഒരല്പം സ്ഥലം ഉണ്ടാക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം എണ്ണ, നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചോളൂ. ഇനി ഒരല്പം എണ്ണ, ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് 3 മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇത് നമ്മൾ ചെയ്യുന്നത് മുരിങ്ങയില മുട്ടത്തോരൻ. അപ്പോൾ മുട്ടയ്ക്കൊരു പ്രസക്തി ഉണ്ടല്ലോ, അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടായാലും മതി കേട്ടോ. ഞാനൊരു 3 എണ്ണം പ്ലാൻ ചെയ്തു. ഉള്ളതുപോലെ നമ്മുടെ ഇതിൽ എത്ര മുട്ടയുണ്ടോ അതനുസരിച്ചിട്ട്. ഇനി ഒരല്പം ഉപ്പ് മുട്ടയിലേക്ക് ചേർക്കാം. അതിനൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അധികം വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കും. ഏതാണ്ടായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. എല്ലാം കൂടെ ചേർന്ന് ഒരു ഇളക്കം. അപ്പോൾ മുട്ടയുടെ പീസസ് എല്ലാം എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഏതാണ്ട് സെറ്റായി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പോൾ നല്ല രസമായിട്ട് വരും. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, ക്രമീകരിക്കുക. അതിന് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിതിൽ ഉപ്പ് ചേർക്കാം, പ്രശ്നമില്ല. പിന്നെ എരിവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വേണമെങ്കിൽ ഇതിനകത്തേക്ക് എക്സ്ട്രാ ആയിട്ട് ചേർക്കാം. അതൊക്കെ നമ്മളുടെ സൗകര്യം പോലെ. കാണുന്നുണ്ടല്ലോ, അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ റെഡി. ഒരുപാട് ഉണക്കി എടുക്കണ്ട, ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കണമെന്നില്ല. വേണമെങ്കിൽ ആകാം, വേണ്ട കുറച്ച് നേരം കൂടെ ഇളക്കി ഇരുന്നാൽ മതി. ഇത് നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ റെഡി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മളൊരു മുരിങ്ങയില മുട്ടത്തോരൻ റെഡിയാക്കി. ഇത് നമ്മളുടെ വീട്ടിൽ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. കാര്യം വീട്ടിലൊരു മുരിങ്ങ ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. മുട്ട മിക്കവാറും എല്ലാ വീടുകളിലും കാണുമല്ലോ. 1-2 മുട്ട എന്തായാലും എടുക്കാനുണ്ടാവും. 3 മുട്ട എന്നുള്ളതിന് പകരം 2 മുട്ട ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കുക. ഇപ്പം നമ്മളുടെ ചോറിന് വലിയ കറികളൊന്നും ഇല്ലെങ്കിൽ ഒരു പുളിശ്ശേരിയോ മോര് കാച്ചിയതോ ഇങ്ങനെ ഒരു മീനൊന്നും ഇല്ലാത്തൊരു ദിവസം ആയിക്കോട്ടെ, മുരിങ്ങയില മുട്ടത്തോരനും ഒക്കെ ഉണ്ടാക്കി ഒരു അച്ചാറുണ്ടെങ്കിൽ സുഖമായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ എന്ത് രസമായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. കാര്യം ഫുൾ ഓഫ് അയണാണ് നമ്മളുടെ മുരിങ്ങയിലയിൽ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും.